കെ.എസ്.യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന് മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയെ കാണാൻ കാത്തുനിന്നിട്ടും സംസാരിച്ചില്ല. തേവര എസ്.എച്ച് കോളേജിൽ നടന്ന പരിപാടിയിലാണ് ഇരുവരും പങ്കെടുത്തത്. അർച്ചന വിനോദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർച്ചന, നമുക്കറിയാം ഹിന്ദു ഐക്യവേദി നേതാക്കൾക്ക് സന്ദർശനത്തിന് അവസരം കൊടുക്കുകയും അവരെ കാണുകയും ചെയ്ത മുഖ്യമന്ത്രിയാണ്. പക്ഷേ കെ.എസ്.യു നേതാക്കൾക്ക് സന്ദർശനത്തിന് അവസരം നൽകിയിരുന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കാണാൻ കാത്തുനിന്നിട്ടും അലോഷ്യസ് സേവ്യറിന് മുഖം നൽകാതെ മടങ്ങുന്ന മുഖ്യമന്ത്രിയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഈ സംഭവം കൂടി. തീർച്ചയായും അലോഷ്യസ് സേവ്യറിനെ എവിടെ വെച്ചും കാണണ്ട എന്നൊരു നിലപാടിൽ തന്നെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പോകുന്നത് എന്നാണ് ഈ പരിപാടിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ തേവര എസ്.എച്ച് കോളേജിൽ പരിപാടിയിലാണ് ഇരുവരും അലോഷ്യസ് സേവ്യറും ടീമും പങ്കെടുത്തത്. രണ്ടുപേരും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഭാഗമായിട്ടാണ് പരിപാടിയിലെത്തിയത്. അലോഷ്യ നേരത്തെ തന്നെ കാണിയായി മുൻകൂട്ടി ആ സമയത്തൊന്നും അദ്ദേഹം കടന്നു പോകുമ്പോഴൊന്നും അലോഷ്യയെ കണ്ട ഭാവം നടിച്ചില്ല. അതിനുശേഷം പരിപാടി കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നുണ്ട് അലോഷ്യ തൊട്ടടുത്ത്, അതായത് സ്റ്റേജിന്റെ തൊട്ടടുത്ത് നിന്നെങ്കിലും അദ്ദേഹം ഒരുപാട് സമയം കാത്തിരുന്നു. പക്ഷേ മിണ്ടാനോ അദ്ദേഹത്തെ നോക്കാനോ പോലും തയ്യാറാവാതെയാണ് പിന്നീട് ഇവിടെ നിന്നും കടന്നുപോയത്. എന്തായാലും വലിയ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് പല കോണുകളിൽ നിന്ന് ഉയർന്നുണ്ട്. യോജിപ്പുകളും എതിർസ്വരങ്ങളും എല്ലാം തന്നെ ഇത്തരത്തിൽ ഉയർന്നു വരികയാണ്. അതിനിടെയാണ് മുഖ്യമന്ത്രി ഇപ്പോഴും അലോഷ്യസ് സേവ്യറിനെ കാണണ്ട, അല്ലെങ്കിൽ കേസ് നിർത്താൻ കാണണ്ട എന്നൊരു നിലപാടുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ നമുക്കറിയാം നിയമവുമായി ബന്ധപ്പെട്ട വിഷയം പിന്നീട് ഉന്നയിക്കാൻ അദ്ദേഹത്തിനോട് അനുമതി തേടി നിഷേധിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരു വിഭാഗം ആളുകൾ ഇത്തരത്തിൽ യോജിച്ച് രംഗത്തെത്തിയത്. ഇപ്പോൾ ഈ വിഷയത്തിൽ രണ്ട് തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കെ.എസ്.യുയിലൂടെയാണ് നേതാക്കളെല്ലാം തന്നെ കടന്നു വന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും അദ്ദേഹത്തെ മാറ്റി നിർത്താനാകില്ല. ഒരു തരത്തിലും അദ്ദേഹത്തെ മാറ്റി നിർത്താനാകില്ല, അല്ലെങ്കിൽ കെ.എസ്.യുവിനെ മാറ്റി നിർത്താനാകില്ല, കെ.എസ്.യു നേതാക്കളെ കേൾക്കേണ്ടതുണ്ട് എന്ന പല രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ വരികയാണ്. എന്തായാലും മുഖ്യമന്ത്രിക്ക് പരസ്യപ്പോര് എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും അലോഷ്യസ് സേവ്യർ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം പ്രതികരിക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ഒരു വിഭാഗം നേതാക്കൾ, നേരത്തെ ദീപ്തി മേരി വർഗീസ്, മാത്യു കുൾനാടൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ഇതിൽ വിയോജിപ്പുമായി അല്ലെങ്കിൽ എതിർസ്വരവുമായി വന്നിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ ശൈലി പല കോൺഗ്രസ് നേതാക്കൾക്കും ദഹിക്കുന്നില്ല എന്നതാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. എന്തായാലും കെ.എസ്.യുവിനോട് എടുക്കുന്ന ഈ നിലപാട് ശരിയല്ല എന്ന പല രീതിയിലുള്ള അഭിപ്രായങ്ങളിലൂടെ വ്യക്തമാവുകയാണ്. എന്തായാലും അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നിലവിൽ വരുന്നത്. അതിനിടെയാണ് തേവര എസ്.എച്ച് കോളേജിൽ ഇരുവരും കണ്ടുമുട്ടിയിട്ടും മിണ്ടാതെ പോവുകയും ചെയ്യുന്നത്. എന്തായാലും ഇനി അദ്ദേഹത്തെ കാണുമോ അല്ലെങ്കിൽ അനുമതി കിട്ടുമോ എന്നതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അലോഷ്യ അല്പസമയത്തിനുള്ളിൽ പ്രതികരിക്കാം, ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ പറയാം എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അതിനായി കാത്തിരിക്കുകയാണ്. എന്തായാലും അതിനിടെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ മുഖം കൊടുക്കാതെ ഇവിടെ നിന്നും പോവുകയാണ് ചെയ്തത്. ശരി, അർച്ചന വിനോദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.